നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കൂട്ടായി ഹൈസ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൂട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് സാക്കിർ ഹുസൈൻ, PV ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ അബ്ദുൾ ഷുക്കൂർ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് പിടിച്ചെടുത്തത്. മലപ്പുറം ജില്ലയെ മാത്രം അവഗണിച്ചോടുന്ന രാജധാനിക്ക് തിരൂരിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ തിരിച്ചും ആഴ്ചയിൽ 3 തവണയാണ് രാജധാനി എക്സ്പ്രസ് ഓടുന്നത്. ഓട്ടം തുടങ്ങിയ കാലം മുതൽ ഈ ട്രെയിൻ തിരൂരിൽ നിർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എടക്കനാട് GMUP സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുത്തൻ അധ്യായം എഴുതിച്ചേർത്തു. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. ഹെഡ് മാസ്റ്റർ സിയാദ് മാഷിൽ നിന്ന് വോട്ടിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഇലക്ഷൻ നടപടികൾ ആരംഭിച്ചു. ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി തിരൂരിന്റെ അഭിഭാഷക കാരണവരായ BMK അഹമ്മദിന് 101-ാം പിറന്നാൾ. മത, സാമൂഹിക, സാംസ്കാരിക, നിയമ മേഖലകളിൽ നിറസാന്നിധ്യമായ BMK പ്രായത്തിന്റെ വ്യാകുലതകൾ കൂസാതെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഗതകാല സ്മരണകൾ അയവിറക്കുകയാണ് വീട്ടിൽ നിന്ന്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ FITU മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്തി. കനത്ത മഴയിൽ ഇരുകരയും മുട്ടിനിറഞ്ഞൊഴുകിയ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന തന്റെ അമ്മയെയും ചേച്ചിയെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച് 10ാം ക്ലാസ്സുകാരന്റെ ധീരത. തിരുമുറ്റിക്കോട് ഒഴുവത്ര വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീകാന്താണ് തന്റെ അമ്മ രമ്യ, അമ്മാവന്റെ മകൾ സന്ധ്യ എന്നിവരെ രക്ഷിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അംശാദായം നാമമാത്രമായി വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ പറഞ്ഞു. തിരൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവിധ സംശയ നിവാരണത്തിനും പരിഹാരങ്ങൾക്കുമായി ക്ലാസ് നടത്തി കൂട്ടായി SHMUP സ്കൂൾ. കൂട്ടായി ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനയ് വിലാസാണ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തത്. താനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ മാലിന്യ പ്രശ്നത്തെയും ഹരിത കർമ്മ സേനാംഗങ്ങളുടെ തൊഴിലില്ലായ്മയും ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു LDF അംഗങ്ങളുടെ പ്രതിഷേധം. താനൂർ നഗരസഭയിൽ വിവിധയിടങ്ങളിൽ മാലിന്യ കൂമ്പാരമാണ്. ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് 4 മാസത്തോളമായി ജോലിയുമില്ല. എടുത്ത ജോലിയുടെ കൂലി നൽകിയിട്ടുമില്ലെന്നും കൗൺസിലറായ PT അക്ബർ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തി കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. തിരിച്ചറിയൽ രേഖ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ച് മഷിപ്പുരണ്ട വിരലുമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും പുതിയ അനുഭവമായി മാറി. തിരൂർ നിയോജക മണ്ഡലത്തിലെ BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുറുക്കോളി മൊയ്തീൻ MLA മന്ത്രിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സ്കൂളിന്റെ പരിമിതികൾ MLA മന്ത്രിയുമായി ചർച്ച ചെയ്തു. തിരുവനന്തപുരം കൈത്തറി ഡയറക്ടറേറ്റിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളതീശ്വരപുരം വ്യൂവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻതെരുവിൽ വെച്ച് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.